സംസ്ഥാനത്ത് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള വമ്പൻ ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു. 2025 ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ അവസാനഘട്ട വിതരണം നാളെ മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വീണ്ടും ഒരു വർധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പെൻഷൻ ഉറപ്പിക്കുന്നതിനായി വിവിധ രേഖകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വമ്പൻ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നവംബർ മാസം മുതലായിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തി തുടങ്ങിയത്. ഇതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും വൻ പെൻഷൻ വർധനവിനുള്ള സാഹചര്യം സംസ്ഥാനത്ത് വീണ്ടും ഒരുങ്ങുന്നത്. ഗുണഭോക്താക്കൾക്ക് പരമാവധി 2500 രൂപ വരെ എത്തിച്ചേരുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ 7 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന വിധവാ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തും. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രം നേരിട്ട് തുക കൈമാറുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുള്ള തുക സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ തുക സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. 2026 ജനുവരി മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി പെൻഷൻ തുക തട്ടിയെടുത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ കൂടി ആരംഭിക്കുകയാണ്. ഇതിനായി വാർഡ് തല പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടി കർശനമാകുന്നതോടെ വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം കൃത്യമായി വിതരണം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് സഹായകമായി തീരും. വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഓരോ ഗുണഭോക്താവിനും പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് 2500 രൂപ വീതം തന്നെയാകും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. 2025 ഡിസംബർ മാസത്തിലെ ക്രിസ്മസ്, ന്യൂ ഇയർ പ്രമാണിച്ചുള്ള പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ തുക എത്തിച്ചേരും. സാങ്കേതിക തടസ്സങ്ങൾ മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല. 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന അംഗങ്ങൾക്കും നാളെ മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയായ 2000 രൂപ വീതം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ 200 മുതൽ 500 വരെയുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കും സേവനയുടെ സൈറ്റിൽ പെൻഷൻ തുക കൈമാറിയതായി സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ സജീവമാകും. ഇതിനിടയിലാണ് ഗുണഭോക്താക്കൾക്കുള്ള ക്ഷേമ പെൻഷൻ തടയാൻ ചില നീക്കങ്ങൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സഹകരണ മേഖലയിൽ ഇടപെടാൻ കേന്ദ്രത്തെ നിർബന്ധിക്കുന്ന ചോദ്യം ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് കൊല്ലം MP NK പ്രേമചന്ദ്രൻ എന്ന് സർക്കാർ വ്യക്തമാക്കി. കേരള സർക്കാരിന്റെ പദ്ധതികൾക്കായി കേരള ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങളിലെ പണം ഉപയോഗിക്കുന്നത് ശ്രദ്ധയിലുണ്ടോ എന്നും പണം തിരിച്ചുപിടിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമെന്നും ഡിസംബർ 15 ലോക്സഭയിൽ നക്ഷത്രചിഹ്നമിടാത്ത 2511 നമ്പർ ചോദ്യമായി പ്രേമചന്ദ്രൻ ഉന്നയിച്ചതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ കേരളത്തിലെ AAY കാർഡുടമകൾക്കുള്ള അരിവിഹിതം കുറയ്ക്കുമോ എന്ന് കുറച്ചു ദിവസം മുൻപ് ചോദ്യമുയർത്തിയത് പ്രേമചന്ദ്രനും കോഴിക്കോട് MP MK രാഘവനുമാണ്. അതേക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ മറുപടി. സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന ഇടപെടലുകളുമായി UDF MPമാർ സജീവമാകുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ തടയാൻ ബാഹ്യശക്തികൾ ശ്രമിക്കുന്നതായും സർക്കാർ വൃത്തങ്ങൾ സഭയിൽ ഉന്നയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.